ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മൾ 12 ടെൻസും മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുവിധം ആളുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയ ആളുകൾക്കായിരിക്കും ക്ലാസ് കിട്ടാത്ത ഉണ്ടാവുക. അപ്പോൾ അവരൊക്കെ പോയിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ് എന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ആക്റ്റീവ് വോയിസ് എന്ന് വെച്ചാൽ നമ്മൾ സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നതാണ് ആക്റ്റീവ് വോയിസ് കേട്ടോ. ആക്റ്റീവ് വോയിസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് കേട്ടോ. കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് സബ്ജക്റ്റിനായിരിക്കും, ഇത്ര ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പാസീവ് വോയിസിലാണെങ്കിലോ നമ്മൾ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. പാസീവ് വോയിസിൽ നമ്മൾ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓർത്ത് വെക്കുക കേട്ടോ. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചെറുപ്പം മുതൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കാലത്ത് മുതലേ നിങ്ങൾ കേട്ടിരുന്ന ഒരു എക്സാമ്പിളിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. അപ്പോൾ നോക്കാം. രാമൻ കിൽഡ് രാവണ. എന്താണ്? രാമൻ രാവണനെ കൊന്നു എന്നാണ് അല്ലേ? ഇത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചെറിയ ക്ലാസ് തൊട്ടേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രാമൻ കിൽഡ് രാമൻ രാവണനെ കൊന്നു. ഇവിടെ രാമൻ എന്നുള്ളത് സബ്ജക്റ്റാണ്, കിൽഡ് എന്നുള്ളത് വേർബാണ്, രാവണ എന്നുള്ളത് ഒബ്ജക്റ്റാണ് അല്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ആക്റ്റീവ് വോയിസിൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഒരു ഫോർമാറ്റ് ഇവിടെ വന്നല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ് അല്ലേ? ഇത് ആക്റ്റീവ് വോയിസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ രാമനാണ് ഇമ്പോർട്ടൻസ്. രാമൻ രാവണനെ കൊന്നു അല്ലേ? രാമൻ രാവണനെ കൊന്നു എന്നാണ് അർത്ഥം. ഇമ്പോർട്ടൻസ് കൊടുത്തത് ആർക്കാണ്? രാമനാണ് അല്ലേ? കൊന്ന ആൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ഇനി നമ്മളിതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ പറയാം? രാവണ വാസ് കിൽഡ് ബൈ രാമൻ എന്നാണ് കേട്ടോ പറയാം. രാവണ വാസ് കിൽഡ് ബൈ രാമൻ എന്നാണ് പറയാം. രാവണ രാമനാൽ കൊല്ലപ്പെട്ടു. ഓക്കെ, രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് ആർക്കാണ്? രാവണനാണ് അല്ലേ? രാവണനാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് കേട്ടോ. രാവണനാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് വന്നത് ആർക്കാണ്? രാവണനാണ് അല്ലേ? അതായത് കൊല്ലപ്പെട്ട ആൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താ കാര്യം മനസ്സിലായില്ലേ? അപ്പം ഇതിനൊക്കെ എന്താണ് ഓരോ ഫോർമാറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആക്റ്റീവ് വോയിസിൻ്റെ ഓരോ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇങ്ങനെ ഓരോ ടെൻസിനും ഓരോ സ്ട്രക്ചർ വരുന്നുണ്ട്. അതൊക്കെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പം അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കത് പഠിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് പറയുന്നത്. ഹീ കിൽസ് എ സ്നേക്ക്. അവൻ ഒരു പാമ്പിനെ കൊല്ലുന്നു എന്നാണ് അർത്ഥം കേട്ടോ. ഹീ കിൽസ് എ സ്നേക്ക്. അവൻ ഒരു പാമ്പിനെ കൊല്ലുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ? ഹീ എന്നുള്ളത് സബ്ജക്റ്റാണ്, കിൽസ് എന്നുള്ളത് വേർബാണ്, എ സ്നേക്ക് എന്നുള്ളത് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇത് ഏത് സെൻറ്റൻസ് ആണ്? ആക്റ്റീവ് വോയിസ് ആണ് അല്ലേ? ഇതേതാണ്? ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായില്ലേ? അതായത് സബ്ജക്റ്റാണ് ആദ്യം വരുന്നത്. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് എന്ത്? ആക്റ്റീവ് വോയിസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ മാറ്റാൻ നോക്കാം. അപ്പോൾ ഇനി അറിയാത്തവരൊന്നും കൂടി ശ്രദ്ധിക്കുക. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ റൂൾ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു റോളിന് മാറ്റം വരും. എങ്ങനെ നോക്കാം? ആദ്യം ഒബ്ജക്റ്റ് ആയിരിക്കും കേട്ടോ. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ വരും. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ആർ പ്ലസ് V3 പ്ലസ് ബൈ ഏജൻറ്റ് കേട്ടോ. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ആർ പ്ലസ് V3 പ്ലസ് ബൈ ഏജൻറ്റ് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻസ് വരുന്നത് എന്തിനായിരിക്കും? ഒബ്ജക്റ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? എ സ്നേക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റിൽ. അപ്പോൾ ഇതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റായ എ സ്നേക്കിനെ നമ്മൾ ആദ്യം എടുത്തിട്ട് എഴുതണം കേട്ടോ. ഒബ്ജക്റ്റിൽ ആദ്യം വേണ്ടത് ആദ്യം ഒബ്ജക്റ്റ് എടുത്ത് എഴുതുക, എ സ്നേക്ക്. ഇനി എ സ്നേക്ക് എന്നുള്ളത് ഒരു സിംഗുലർ ആണല്ലേ? സിംഗുലർ അല്ലേ? എ സ്നേക്ക് എന്നുള്ളത് സിംഗുലർ ആണല്ലേ? ഒരൊറ്റ പാമ്പാണ്. എ സ്നേക്ക് ഒരു പാമ്പാണ്, അത് സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ സാമാറിൽ ഏതെടുക്കും? ഈസ് എടുക്കും അല്ലേ? ഈസല്ലേ നമ്മൾ എപ്പോഴും സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എ സ്നേക്ക് ഈസ്. നെക്സ്റ്റ് വേർബിൻ്റെ തേർഡ് ഫോമാണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ വേർബ് എന്തായിരുന്നു? കിൽസ് എന്നാണ് ഇവിടുത്തെ വേർബ് അല്ലേ? കിൽസ് എന്ന വേർബിൻ്റെ തേർഡ് രൂപം എന്താണ്? കിൽ എന്നുള്ള വേർബിൻ്റെ തേർഡ് രൂപം എന്താണ്? കിൽഡ് എന്നാണ് കേട്ടോ. കൊല്ലപ്പെട്ടു. ഓക്കെ, കിൽഡ് എന്നാണ്. എ സ്നേക്ക് ഈസ് കിൽഡ് ബൈ ഹിം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഹി ആണ് വന്നത്. അതിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ഹിം ആയി മാറും കേട്ടോ. ബൈ
ഹിം. അപ്പോൾ സബ്ജക്റ്റിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ഹി എന്നുള്ളത് ഹിമ്മായി മാറും, ഷീ എന്നുള്ളത് ഹെറായി മാറും, ഐ എന്നുള്ളത് മീ ആയി മാറും, ദേ എന്നുള്ളത് ദം ആവും, വി എന്നുള്ളത് അസ് ആവും. ഓക്കെ, ഇങ്ങനെ മാറ്റങ്ങൾ വരും കേട്ടോ, അതും കൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ റൂള് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്, ഇത് ഓർത്ത് വെക്കുക കേട്ടോ. അതിനെ നമ്മൾ നേരെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ആദ്യം ഒബ്ജക്റ്റിനെ എടുത്തിട്ട് എഴുതണം, അതിൻ്റെ ഫോർമാറ്റ് എന്തായിരുന്നു? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം പ്ലസ് ബൈ ഏജൻറ്റ് എന്നാട്ടോ പറയാം, ബൈ ഏജൻറ്റ്. അവിടെ നമ്മൾ സബ്ജക്റ്റിനെ എടുത്തിട്ട് എഴുതും. അപ്പം നമ്മൾ തന്ന സെൻറ്റൻസ് ഇതായിരുന്നു, ഹീ കിൽസ് എ സ്നേക്ക്, അവനൊരു പാമ്പിനെ കൊല്ലുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഹീ എന്നുള്ളത് സബ്ജക്റ്റാണ്, കിൽ എന്നുള്ളത് വേർബാണ്, എ സ്നേക്ക് എന്നുള്ളത് ഒബ്ജക്റ്റാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. ഇതിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റിനെ എടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? എ സ്നേക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. എ സ്നേക്ക് എടുത്തു, പിന്നെ എ സ്നേക്ക് സിംഗുലർ ആയതുകൊണ്ട് നമ്മളിവിടെ ഈസ് എടുത്തു, ഈസാമാറിൽ നിന്ന് നമ്മൾ ഈസ് എടുത്തു. പിന്നെ വേണ്ടത് എന്താണ്? V3 ആണ് വേണ്ടത് അല്ലേ, വെർബിൻ്റെ തേർഡ് ഫോം ആണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ വെർബിൻ്റെ തേർഡ് ഫോം എന്താണ്? കിൽ എന്നുള്ള വെർബിൻ്റെ തേർഡ് ഫോം കിൽഡ് എന്നാണ് കേട്ടോ. അപ്പം എ സ്നേക്ക് ഈസ് കിൽഡ് ബൈ ഹിം. ഹി എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് പാസീവ് വോയിസിലോട്ട് വന്നപ്പോൾ അത് ഹിമ്മായി മാറി, ബൈ ഹിം. അർത്ഥത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആക്റ്റീവ് വോയിസിലാകുമ്പോൾ അവൻ ഒരു പാമ്പിനെ കൊല്ലുന്നു, അത് പാസീവ് വോയിസിലോട്ട് മാറിയപ്പോൾ എന്തായി? ആ ഒരു പാമ്പ് അവനാൽ കൊല്ലപ്പെടുന്നു എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം മീനിങ്ങിൽ മാറ്റമൊന്നും വരുന്നില്ല, മീനിങ് ഒക്കെ സെയിം ആണ്, പക്ഷേ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞാലോ? ഷീ റീഡ്സ് എ ബുക്ക്. ഷീ റീഡ്സ് എ ബുക്ക്. ഷീ റീഡ്സ് എ ബുക്ക് എന്താണ്? സെൻറ്റൻസ് നോക്കിയേ, ആദ്യം സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ റീഡ് എന്ന വേർബ് ഉണ്ട്, പിന്നെ എ ബുക്ക് എന്ന ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ. എന്താണ്? സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, അതുപോലെ ആക്റ്റീവ് വോയിസ് ആണ്. നിങ്ങൾക്കറിയാം, കാരണം ആദ്യം സബ്ജക്റ്റ് വന്നു അല്ലേ, സബ്ജക്റ്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അവൾ ഒരു ബുക്ക് വായിക്കുന്നു എന്നാണ്. ഓക്കെ, അവൾ ബുക്ക് വായിക്കുന്നു, അപ്പോൾ അവൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി നമ്മളിതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരണം എന്താ? അതിൻ്റെ ഫോർമാറ്റ് വരണം. എന്താണ്? ആദ്യം ഒബ്ജക്റ്റ് ആണല്ലേ, ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ആർ പ്ലസ് V3 പ്ലസ് ബൈ ഏജൻറ്റിലെ ഈ ഒരു ഫോർമാറ്റ് നമ്മുടെ മനസ്സിൽ വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് എഴുതിയാലോ? എന്താണ് ഒബ്ജക്റ്റ്? എ ബുക്ക് എന്നുള്ളതാണ് ഒബ്ജക്റ്റിലെ. അപ്പോൾ എ ബുക്ക്, പിന്നെ ഈസ് ആമാറിൽ ഏതെടുക്കണം? ഈസ് എടുക്കണം അല്ലേ, കാരണം എന്താ? എ ബുക്ക് എന്നുള്ളത് സിംഗുലർ ആണല്ലേ. അപ്പം എ ബുക്ക് ഈസ്. ഇനി നമ്മൾ V3 ആണ് എടുക്കുന്നത്, വേർബിൻ്റെ തേർഡ് ഫോം. എന്താണ് വേർബ്? റീഡ് എന്നാണ് വേർബ് അല്ലേ. റീഡിൻ്റെ തേർഡ് ഫോം എന്താണ്? റെഡ് എന്നാണ് കേട്ടോ. റീഡിൻ്റെ തേർഡ് ഫോം റെഡ് ആണ്, സ്പെല്ലിംഗ് സെയിം ആണ് കേട്ടോ. റീഡ് തന്നെയാണ് സ്പെല്ലിംഗ് വരുന്നത്, പക്ഷേ പ്രൊനൗൺസിയേഷനിൽ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ. എ ബുക്ക് ഈസ് റെഡ് ബൈ ഹെർ ആണല്ലേ. ഇവിടെ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ട് ഷീ എന്നുള്ളത് എന്തിലോട്ട് മാറും? ഹെർ ആയി മാറും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എ ബുക്ക് ഈസ് റെഡ് ബൈ ഹർ. എ ബുക്ക് ഈസ് റെഡ് ബൈ ഹർ. ഓക്കെ, ആക്റ്റീവ് വോയിസിൽ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്തായിരുന്നു? അവളൊരു ബുക്ക് വായിക്കുന്നു എന്നാണ്. ഇവിടെയോ ബുക്ക് അവളാൽ വായിക്കുന്നു എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് എന്തിനാണ്? ബുക്കിനാണ് ഇമ്പോർട്ടൻസ് അല്ലേ. ഒരു ബുക്ക് അവളാൽ വായിക്കുന്നു, അപ്പോൾ ബുക്കിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പോൾ പറഞ്ഞല്ലോ, ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് എ ബുക്ക് എന്നുള്ളതാണ് അല്ലേ. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ദേ ഈറ്റ് ബിരിയാണി. ദേ ഈറ്റ് ബിരിയാണി എങ്ങനെ പറയാം? ദേ എന്നുള്ളത് സബ്ജക്റ്റാണ്, ഈറ്റ് എന്നുള്ള വേർബാണ്, ബിരിയാണി എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ആക്റ്റീവ് വോയിസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അതുപോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായില്ലേ. റൂൾ എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്, നമുക്കറിയാം. അപ്പോൾ ഇനി ഇതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എന്താ വരിക? ആക്റ്റീവ് വോയിസിലാവുമ്പോൾ അവർ ബിരിയാണി കഴിക്കുന്നു എന്നാണ്. അത് പാസീവ് വോയിസിലോട്ട് മാറുമ്പോൾ ബിരിയാണി അവരാൽ കഴിക്കപ്പെടുന്നു എന്നാണ് കേട്ടോ. ഇവിടെ ഇമ്പോർട്ടൻസ് ബിരിയാണിക്കാണ്. അപ്പോൾ നമുക്കൊന്ന് പാസീവ് വോയിസിലോട്ട് എഴുതി നോക്കാം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ആദ്യം വരണം. എന്താണ്? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ആർ പ്ലസ് V3 പ്ലസ് ബൈ ഏജൻറ്റ് കേട്ടോ. അപ്പോൾ ആദ്യം ഒബ്ജക്റ്റിനെ എടുക്കുക. എന്താണ് ഒബ്ജക്റ്റ്? ബിരിയാണി എന്നുള്ളതാണ് ഒബ്ജക്റ്റ്, ബിരിയാണി. പിന്നെ ഈസ് ആം ആറിൽ ഈസ് എടുത്തു, ബിരിയാണി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈസ് എടുത്തു. ബിരിയാണി ഈസ്, പിന്നെ V3 ആണ് വേണ്ടത്. ഈ V3 എന്താണ്? ഈറ്റ് എന്നുള്ള വെർബിൻ്റെ തേർഡ് ഫോം എന്താണ്? ഈറ്റൺ. ബിരിയാണി ഈസ് ഈറ്റൺ ബൈ ദം. ദേ എന്നതാണ് സബ്ജക്റ്റ് വന്നത്, അപ്പോൾ ദേ എന്തായി മാറും? പാസീവ് വോയിസിലോട്ട് വരുമ്പോൾ ദം ആയി മാറും കേട്ടോ. മനസ്സിലായില്ലേ? ബിരിയാണി ഈസ് ഈറ്റൺ ബൈ ദം. ബിരിയാണി അവരാൽ കഴിക്കപ്പെടുന്നു എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക കേട്ടോ. ഇനി ബാക്കി വരുന്ന ടെൻസിൻ്റെ പാസീവ് വോയിസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളായിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്തായാലും ഒന്ന് അറിയിക്കുക.
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഹെൽപ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്